ഞാനും രാജേന്ദ്രനും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സീതാറാം യെച്ചൂരിയുടെ സ്മരണകൾ പേറുന്ന ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാന വേദിക്കരികിലാണ്. കേരളത്തിൽ മാത്രം വേനൽ മഴ പോരല്ലോ എന്ന് തീരുമാനിച്ച് മഴ പെയ്യുകയാണ്. ഇന്നലെ രാത്രിയും ഇന്നിപ്പോൾ രാവിലെയുമായി നല്ല മഴയാണ്. ആ മഴ മുമ്പ് പറഞ്ഞ പോലെ, പക്ഷേ ആ മഴയ്ക്കൊന്നും തണുപ്പിക്കാനാവാത്ത വളരെ ചൂടേറിയ ചർച്ചകൾ ഗൗരവമായ രാജ്യത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ വളർച്ച, ആ ഒരു ബദൽ എങ്ങനെ ഉണ്ടാകണം എന്നതിലേക്കുള്ള വലിയ ചർച്ചകൾക്ക് തന്നെയാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രമേയത്തിന്മേലും അതുപോലെ തന്നെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും ഇന്ന് പൊതു ചർച്ച ആരംഭിക്കാൻ പോകുന്നത്. രാജേന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള റിപ്പോർട്ട് നേരത്തെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മനു പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു ദേശീയ രാഷ്ട്രീയം തന്നെ ശ്രദ്ധിക്കുന്ന 2 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം മനു അത് തന്നെയാണ്. രാജേന്ദ്രൻ, തീർച്ചയായിട്ടും അത് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ വലിയൊരു യോഗം വിളിച്ചു ചേർത്തത്. തമിഴ്നാട് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തു. നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളുണ്ടായിരുന്നു. ഈ ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ആഹ്വാനത്തോടു കൂടിയാണ് അന്ന് ആ യോഗം സമാപിച്ചത്. അതിൻ്റെ ഒരു തുടർച്ച. അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ആ വിധത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ വഴികാട്ടി ആയതും കേരളമാണ്. നിരവധി വിഷയങ്ങളിൽ നമ്മൾ സമാന മനസ്കരായ സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത്, അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, സഹകരണ മേഖലയിലാകട്ടെ, അല്ലെങ്കിൽ പൊതുവായ പ്രശ്നങ്ങളിൽ മുൻപും സമാനമായ രീതിയിൽ കേരളം ഇതുപോലെയുള്ള യോഗങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ ഇപ്പോൾ വഖഫിലടക്കം നിരവധി വിഷയങ്ങളിൽ പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിന് പൗരത്വ നിയമ ഭേദഗതിയുടെ കാലത്തുമൊക്കെ നിയമസഭ പ്രമേയം പാസാക്കുന്ന രാഷ്ട്രീയമായ ആ ദൗത്യം ഏറ്റെടുക്കാൻ നിയമസഭകൾക്ക് കഴിയും. ആ പ്രമേയത്തെയാണ് ഇന്നലെ സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത്, കേരള നിയമസഭയുടെ പ്രമേയം അറബിക്കടലിലാണ് നാളെ എന്ന് ആവേശഭരിതനായി ലോക്സഭയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിയമസഭകളുടെ ആ ശക്തിയെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കാട്ടിക്കൊടുത്ത ഒരു ബദൽ സംസ്ഥാന നീക്കം മാത്രമല്ല, കേരളത്തെ എത്ര കണ്ട് BJP ഭയക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണത്. കാരണം ദേശീയ മാധ്യമങ്ങളിലെല്ലാം അതൊരു വാർത്തയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ശക്തമായി വരുന്ന ആ ഒരു എതിർ ശബ്ദം അത് ദേശീയ തലത്തിൽ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. തമിഴ്നാട് അതിന് ഏറ്റവും ആ കേരളത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന തമിഴ്നാടിന്റെ ആ ഒരു രാഷ്ട്രീയ ബോധ്യം മുഖ്യമന്ത്രിയിലൂടെ നമ്മൾ കാണാം. അതാണ് നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞു വന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ സമ്മേളനമാണ്. ഫെഡറലിസം ദേശീയ സെമിനാറാണ്. ഫെഡറലിസം, ദേശീയതയുടെ കരുത്ത്, ഇതാണ് വിഷയം. അപ്പോൾ ഇന്ന് ഒരു 5 മണിയോടുകൂടി അത് ആരംഭിക്കുക. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള പൊതുചർച്ച നടക്കും. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും അതുപോലെ രാഷ്ട്രീയ പ്രമേയവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്തെന്നാൽ ആ രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, വർഗീയത ഉയർത്തുന്ന വെല്ലുവിളി. ഇപ്പോൾ വഖഫ് ബില്ല് നമ്മൾ കാണുന്ന അതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അതിനകത്ത് കൃത്യമായി അവലോകനം ചെയ്യുന്ന ഒന്ന്, മറ്റ് മതേതര പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയൊക്കെ പോരായ്മ എന്താണ്, അതാണ് ഇന്നലെ കണ്ടത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നു. പുലർച്ചെ ഒരു 3 മണിക്കാണ് വഖഫ് ബില്ല് പാസ്സാക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM നിരന്തരം ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുതയാണ്. മതേതരത്വവുമായി ബന്ധപ്പെട്ട, ദേശീയതയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് കൈക്കൊള്ളുന്ന ഈ ഒരു ഇരട്ടത്താപ്പ്. ഇപ്പോഴും അവരുടെ ഒരു ധാരണ എന്തെന്നാൽ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ നിശബ്ദത പാലിച്ചു കഴിഞ്ഞാൽ ഹിന്ദു വോട്ടർമാർ കൂട്ടത്തോടെ അവരിലേക്ക് ആകർഷിക്കപ്പെടും. ഇതിനകത്തൊരു ഉറച്ച മതേതര നിലപാട് കൈക്കൊണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ആ വോട്ട് ബാങ്കിൽ പോലും വിള്ളലുണ്ടാവുമെന്ന ഒരു തെറ്റായ ധാരണ, അതായത് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. രാജേന്ദ്രൻ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പൊതുചർച്ചയിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഗ്രൂപ്പ് ഡിസ്കഷൻ പൂർത്തിയാക്കി പൊതുചർച്ചയിലേക്ക് പോവുകയാണ്. ആ പൊതുചർച്ചയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ മാറ്റം ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രതിനിധികളുടെ ചർച്ചകളിൽ ഇടം പിടിച്ചേക്കാം. വിശേഷിച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ നിൽക്കുകയാണ്. പ്രതിപക്ഷ ഐക്യത്തോടെ വളരെ ശക്തമായ പ്രതിപക്ഷ നേതാവിന് പിന്തുണ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ടേം വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ഈ ബഹുസ്വരതയുടെ ആഴം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, എത്ര ശക്തമായി മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി, വയനാടിനെ ഒരു ടേം പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ലോക്സഭയിൽ ഇതേക്കുറിച്ച് ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തയ്യാറായിട്ടില്ല, ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികൾ
അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്ന് ശക്തമായി ചൂണ്ടിക്കാട്ടുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഏറ്റവും ശക്തമായ തെളിവായി ലോക്സഭയിൽ നിന്ന് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അതേ സമയത്ത് തന്നെ വരികയാണ്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടേ ഇല്ല, ചർച്ചയിൽ എതിർത്തിട്ടില്ല, ചർച്ചയിൽ ആ ബില്ലിനെ ശക്തിയുക്തം എതിർക്കാൻ തയ്യാറായിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ മൗനം, ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് പാർട്ടി കോൺഗ്രസിലൂടെ CPIM ഓരോ കാലത്തും അതാത് കാലത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയത്തെ, അപകടങ്ങളെ മുന്നറിയിപ്പിൻ്റെ സ്വഭാവത്തോടെ മുന്നറിയിപ്പോടെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആ എന്താണോ പാർട്ടി കോൺഗ്രസിലൂടെ CPIM ഉദ്ഘാടന ദിവസം തന്നെ പറഞ്ഞു വെച്ചത് അത് തന്നെ വളരെ പ്രകടമായി ബോധ്യപ്പെടും വിധത്തിലേക്ക് ലോക്സഭയിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നു. അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇന്നത്തെ ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ പലരും ഇന്ന് 4-5 ആളുകളാണ് നേരത്തെ പറഞ്ഞ രാജേന്ദ്രൻ പറഞ്ഞ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെയും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൻ്റെയും ഈ പൊതുചർച്ചയിൽ പങ്കെടുക്കുക. രാജേന്ദ്രൻ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ പ്രമേയത്തോടൊപ്പം തന്നെ അതിലെ നവഫാസിസത്തിൻ്റെ ലക്ഷണങ്ങൾ, അത് വലിയ പ്രകടമായ സ്വഭാവം, ഇതേക്കുറിച്ചൊക്കെയുള്ള പ്രത്യേക ചർച്ച കടന്നു വരുന്നത് അവിടെയാണ്. അതുപോലെ ഈ അടവ് നയം അടക്കം ഓരോ കാലത്തും എടുത്തിട്ടുള്ള കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളുടെ സമീപകാലത്തെ പാർട്ടി കോൺഗ്രസുകളുടെ തീരുമാനങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഏതൊക്കെ നിലയിൽ അത് സാധ്യമായി, ഏതൊക്കെ തരത്തിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു, അതിൽ സ്വയം വിമർശനപരമായി ഏതൊക്കെ തരത്തിൽ തിരുത്തൽ വേണം എന്ന് സമീപകാലത്തെ പാർട്ടി കോൺഗ്രസുകളുടെ തീരുമാനങ്ങൾ കൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയുടെ ഭാഗമായി ഇടം പിടിക്കുക. അതിനാണ് പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ മറുപടി പറയാം. ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത, ഇന്നലെ ഗുജറാത്തിൽ നിന്നുള്ള സമ്മേളന പ്രതിനിധികളായിട്ട് സംസാരിച്ചു. നമ്മുടെ ഒരു വിശദമായ റിപ്പോർട്ട് ഇതിന് ശേഷം കാണാം. ഞാൻ എന്തുകൊണ്ട് വെച്ചാൽ ഈ രാഷ്ട്രീയ പ്രമേയം കോൺഗ്രസിന്റെ നിലപാട് അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 6 പ്രതിനിധികളാണ് ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, അതിൽ 6 പേരും ഗുജറാത്തിൽ കലാപം നടന്ന 2002 ആ കലാപം നടന്ന ഘട്ടത്തിൽ അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി രംഗത്തിറങ്ങിയവരാണ്. അവരവരുടെ ജീവന് പോലും വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അന്ന് ഗുജറാത്തിലെ CPIM മുൻകൈയെടുത്ത് ഷാ ആലം ക്യാമ്പ് എന്ന പേരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഞങ്ങൾ 6 പേരുണ്ട്, ഈ 6 പേരും അന്ന് സജീവമായി ഈ ദുരിതാശ്വാസം ഇതിനകത്ത് അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താനായി ഇടപെട്ടു. പക്ഷേ ചോദിക്കുന്ന ഒരു കാര്യം, ഈ അവിടെ ഇപ്പോൾ ഗുജറാത്തിൽ ഒരു AICCയുടെ ഒരു സമ്മേളനം നടക്കുകയാണ്. അതിനകത്ത് ഞങ്ങളെപ്പോലെ രംഗത്തിറങ്ങി ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ, ഒരു കോൺഗ്രസ് പ്രതിനിധിയെ നിങ്ങൾക്ക് ഗുജറാത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. അല്ല, സഞ്ജാഫ്രിയെ ആ പറഞ്ഞ ഒരു അനുഭവമില്ലേ, വിസ്മരിച്ച ഈ ഗുജറാത്ത് വംശഹത്യയിൽ ജീവൻ പൊലിഞ്ഞ ആ MP വിസ്മരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ശക്തമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു അനുഭവമാണ്. മാത്രമല്ല, അവിടെ നിലവിൽ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടി തീർത്തും ദുർബലമാണ്. ഇത്തരം പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്കിടയിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കാനോ രംഗത്തിറങ്ങാനോ പോലും തയ്യാറല്ല. ഇതിനകത്ത് തന്നെ അവിടെ നിന്ന് ഒരു മലയാളിയായ പ്രതിനിധിയുണ്ട്, ഒരു രാജ്കോട്ട് സ്വദേശിയായ രാമകൃഷ്ണൻ. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അദ്ദേഹം കുറേ ദിവസങ്ങളിൽ ജയിലിൽ കിടന്ന ഒരാളാണ്. പിന്നെ അതുപോലെ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. പക്ഷേ അപ്പുറത്ത് നിന്ന് നമുക്ക് കോൺഗ്രസിൽ നിന്നോ ആം ആദ്മി പാർട്ടിയിൽ നിന്നോ നമുക്ക് അത്തരം നേതാക്കന്മാരൊന്നും അവിടെ ചൂണ്ടിക്കാണിക്കാനില്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഈ അനുഭവങ്ങൾ ഈ ഘട്ടത്തിലൂടെ രാജ്യം ഈ നിലയിൽ കടന്നു പോകുമ്പോൾ ഈ ഹിന്ദുത്വ കോർപ്പറേറ്റുകൾക്കെതിരായ അതിശക്തമായ പോരാട്ടം ഉയരേണ്ടതുണ്ട് എന്ന അതിൻ്റെ ഒരു അനിവാര്യതയാണ് CPIMന്റെ മധുര പാർട്ടി കോൺഗ്രസ് ആവർത്തിച്ചുറപ്പിക്കുന്നത്. അത് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടികളിലും സംഭവിക്കേണ്ടതാണ്. അതിന് യോജിച്ച ഒരു പോരാട്ടമുണ്ടാകണം. പാർട്ടികൾ അവരുടേതായ നിലയിൽ അത് ഏറ്റെടുക്കണം. ഇടതുപക്ഷ പാർട്ടികൾക്കാണ് അത് ആശയപരമായി രാഷ്ട്രീയമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ആ സമര പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ നിലയിലുള്ള അത് ഇന്നലത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റ് ഇടതു പാർട്ടികളുടെ നേതാക്കളും സമാനമായി തന്നെ ഈ ഒരു ഇടത് ബദൽ അതിൻ്റെ സമരത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായി അവരും ഇതുതന്നെയാണ് പങ്കുവച്ചത്. CPIM പങ്കുവച്ച ഇതേ ആവശ്യമാണ് പങ്കുവച്ചത്. ഉദാഹരണത്തിന് D രാജ, CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ, CPIM ലിബറേഷൻ്റെ ദീപാങ്കർ ഭട്ടാചാര്യ, RSPയുടെ ജനറൽ സെക്രട്ടറി, അതുപോലെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രതിനിധിയായി വന്ന ദേവരാജൻ, ഇവരെല്ലാവരും CPIM മുന്നോട്ട് വെക്കുന്ന ഈ പ്രധാനപ്പെട്ട ആവശ്യത്തെ, പ്രധാനപ്പെട്ട ആശയത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായി ഇടതു ബദൽ സമര മോദി സർക്കാരിനെയും ഹിന്ദുത്വ കോർപ്പറേറ്റിനെയും എതിർക്കാൻ എത്രമാത്രം പ്രായോഗികമായി രംഗത്തുണ്ടാവണം, ആ പാതയിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ മതേതര പാർട്ടികളും ഉണ്ടാകണമെന്ന ദേശീയ കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് വളരെ സമഗ്രമായ ചർച്ചകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇന്നലെ പ്രകാശ് കാരാട്ട് പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു ആഹ്വാനത്തോടെയാണ്. രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം. അവർ ഒരുമിച്ച് അതിശക്തമായ രീതിയിൽ ആശയപരമായ അതിശക്തമായ ഒരു നിലപാട് കൈക്കൊണ്ടുകൊണ്ട്
BJP-യെയും വർഗീയ ശക്തികളെയും ശക്തമായി നേരിടണമെന്നാണ്. പക്ഷേ ആ ഒരുമിച്ച് നിൽക്കൽ എന്ന് പറയുന്നത് അതൊരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു സഖ്യം ധാരണ അതിലൂടെ മാത്രമാവരുത്. പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആശയപരമായി ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. പക്ഷേ ഇപ്പോഴും അതിന് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തയ്യാറല്ല. അതാണ് ഇന്നലെ വഖഫ് ബില്ല് ചർച്ചയ്ക്കെടുത്തപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം തന്നെ ആ ചർച്ചയിൽ പങ്കെടുക്കാതെ മൗനം പാലിച്ച ഒരു സമീപനം അത് തിരുത്തണം. ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം CPIM മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇതാണ്. നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും തന്നെ പച്ചക്കൊടി പാടില്ല, അത്തരവും നിലപാട് കൈക്കൊള്ളുന്നു. അതുപോലെ ഇപ്പോൾ ഒരു പ്രമുഖനായ ഉപേക്ഷിച്ച രാഹുൽ ഗാന്ധി ഈ യഥാർത്ഥത്തിൽ ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല. വഖഫ് ബില്ല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 നൽകുന്ന ന്യൂനപക്ഷ പരിരക്ഷയുണ്ട്. അതിനെ പൂർണ്ണമായും അട്ടിമറിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോകുന്നു ജനാധിപത്യത്തെ. ഇതിപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെയാണ് എങ്കിൽ സ്വാഭാവികമായും ഫാസിസത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി നമ്മൾ എത്രയോ കാലമായി കാണുന്നതാണ്, ഹിറ്റ്ലറിൻ്റെ കാലം മുതലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് മറ്റു ന്യൂനപക്ഷങ്ങളിലേക്ക്, അവരുടെ ആഭ്യന്തര ശത്രുക്കളിലേക്ക് കടന്നു ചെല്ലും. ഇന്ന് മുസ്ലിം ആണെങ്കിൽ നാളെ മറ്റൊന്ന് എന്നുള്ള നിലയിലാണ് അതിൻ്റെ ഒരു നീക്കം. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന, ഭരണഘടന ഉറപ്പുവരുത്തുന്ന ആ നിലയിലുള്ള എല്ലാ പരിരക്ഷകളെയും ദുർബലപ്പെടുത്തുമ്പോൾ മുമ്പ് പച്ചക്കൊടി മടക്കി അതേ ലാഘവത്തോടെയാണ് വയനാട്ടിൽ നിന്നൊരു ടേം കേരളത്തിൻ്റെ അടക്കം രാഷ്ട്രീയത്തെയും ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെയും പൊരുൾ മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ലോക്സഭയിൽ ഒരു വരി പോലും ഒരു വാക്യം കൊണ്ടുപോലും ഈ ബില്ലിനെ എതിർക്കാൻ ഇത് രാജ്യത്തിന് എങ്ങനെ അപകടകരമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പറഞ്ഞൊരു വാചകമുണ്ട്, സൈന്യാധിപന്റെ അവസ്ഥ ഇതാണെങ്കിൽ ആ സൈന്യത്തിന്റെ അവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ 24-ാം പാർട്ടി കോൺഗ്രസ് ഇവിടെ നിന്ന് CPIM ചോദിക്കുന്ന ചോദ്യവും അതുതന്നെയാണ്. അപ്പോൾ ശക്തമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടി മാത്രമേ ഹിന്ദുത്വ കോർപ്പറേറ്റിനെ നേരിടാൻ കഴിയൂ. അതിന് ശക്തമായ പോരാട്ടം, സമരങ്ങൾ പാർലമെന്റിന് പുറത്തുമുണ്ടാകണം. ആ സമരങ്ങൾ കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഏറ്റെടുക്കും. കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു പാർട്ടി കോൺഗ്രസ് അല്ല എങ്കിൽ പോലും രാജ്യത്തെ പ്രകാശ് കാരാട്ടിന്റെ ആ ഉദ്ഘാടന പ്രസംഗത്തിനകത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒന്നുമില്ല. പക്ഷേ ഇതിനെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് നിരീക്ഷിക്കുമ്പോഴോ വിശകലനം ചെയ്യുമ്പോഴോ യാഥാർത്ഥ്യം ഇതാണ് എന്ന് പരിശോധിക്കേണ്ടതായി വരും, അല്ലെങ്കിൽ പറയേണ്ടതായി വരും. രാജേന്ദ്രൻ, ഒരു കാര്യം കൂടി, ഇതെല്ലാം പറയുമ്പോഴും രാജ്യത്തെ ഇടതുപക്ഷത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തിൻ്റെ സംഘടനാപരമായ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കാതെയും പറയാതെയുമാണോ നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ഒരു തലം കൂടി സ്വാഭാവികമായി കാണുന്ന ആർക്കെങ്കിലും ഉണ്ടാകാം. അതേക്കുറിച്ചും പ്രകാശ് കാരാട്ട് മാത്രമല്ല, രാജയും ദീപാങ്കർ ഭട്ടാചാര്യയും, അതായത് ഇടതു പാർട്ടികൾ എല്ലാവരും പറഞ്ഞു, ഇടതു ബദൽ സമരരംഗത്ത് വളരെ ശക്തമായി ഇടതുപക്ഷത്തിന് നിലയുറപ്പിക്കാൻ കഴിയുന്നുണ്ട്. മോദി സർക്കാരിന് പോലും ആ നിലയിൽ ഈ കർഷക സമരത്തിലൊക്കെ നമ്മളത് കാണും. പക്ഷേ അത് ഒരു രാഷ്ട്രീയമായി ബാലറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഇടത് സ്വാധീനമായി ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടികളിൽ നിന്ന് കൂടുതൽ മികവോടെ മുന്നോട്ട് വരാൻ കഴിയുന്നതിലുള്ള പരിമിതികളെക്കുറിച്ച് കൂടി ഈ മധുര പാർട്ടി കോൺഗ്രസ് തീർച്ചയായിട്ടും അല്ല ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത്, നേരത്തെ ഈ CPIM-ന്റെ പാർട്ടി കോൺഗ്രസുകളിലൊന്നും തന്നെ CPIML-ന്റെ പ്രതിനിധി അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല, അവരകന്ന് നിൽക്കുകയായിരുന്നു. അവര് CPIM-നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് നേരത്തെ CPIML കൈക്കൊണ്ടിരുന്നത്. പക്ഷേ അവരുടെയൊക്കെ കഴിഞ്ഞ കണ്ണൂരിലെല്ലാം അവർ പങ്കെടുത്തിരുന്നു. പക്ഷെ പണ്ട് അവർ പങ്കെടുത്തിരുന്നില്ല. ആ നിലപാട് അവർ മാറ്റി. നല്ല പ്രസംഗം, ശക്തമായ ഇടതൈക്യത്തിന് വേണ്ടി ഏതറ്റം വരെയും CPIM-നൊപ്പം നിന്ന് പോരാടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിൽ രാജ്യത്ത് അനിവാര്യമായ ഇടതൈക്യത്തെക്കുറിച്ച് സംസാരിച്ചത്, ഇടതുപക്ഷ വളർച്ചയെക്കുറിച്ചും സംസാരിച്ചത്. മാത്രമല്ല അവരുടെ സ്വാധീന മേഖലകളെല്ലാം തന്നെ ഇപ്പോൾ CPIM MLA എല്ലാം ഒരുമിച്ചാണ് സമരരംഗത്ത്, അതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനും ഇടതുപക്ഷത്തെ പൊതുവെ ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പക്ഷേ ആ വെല്ലുവിളികൾ ഏറ്റെടുത്തേ തീരൂ. അത് പ്രധാനമായും സമരരംഗത്ത് അത് വളരെ പല സമരങ്ങളിലും അത് വിജയിക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് തമിഴ്നാട്ടിൽ തന്നെ 38 ദിവസത്തെ സാംസങ് തൊഴിലാളി സമരം അത് വിജയകരമായിട്ടാണ് അവസാനിച്ചത്. അതുപോലെ ഈ നമ്മൾ വർഗ ബഹുജന സംഘങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ SFI പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അംബേദ്കർ സർവകലാശാലയിൽ വിജയിച്ചു. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് പ്രതിഫലിക്കുന്നില്ല. അതാണ് പ്രധാനമായി ഏറ്റവും ശക്തമായ ഈ മോദി സർക്കാരിനെ പോലും ശക്തമായി താക്കീതോടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയ ട്രേഡ് യൂണിയനാണ് CITU-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിശക്തമായ സമരങ്ങൾ, തൊഴിൽ നിയമത്തിനെതിരായ സമരങ്ങൾ, ഇനിയും വരാൻ പോകുന്ന പണിമുടക്കാണ്. പക്ഷെ ആ നിലയിൽ നടക്കുന്ന മൂവ്മെൻറ്റുകൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ബാലറ്റിലുള്ള ജനാധിപത്യത്തിലുള്ള ഒരു വളർച്ചയിലേക്കത് മാറുന്നില്ല, പരിവർത്തനം ചെയ്യപ്പെടുന്നില്ല എന്ന
തുറന്നു പറച്ചിലോടെയാണ്, ആ വിശകലനങ്ങളോടെയാണ്, വിലയിരുത്തലോടെയാണ് മധുര പാർട്ടി കോൺഗ്രസ് CPM ഈ വെല്ലുവിളികളെയും ഇടതുബദലിനെയും എങ്ങനെ ശക്തിപ്പെടുത്താം, വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാം, ഇടതുപക്ഷം എങ്ങനെ ഈ വർഗീയതയ്ക്കെതിരായ ശരിയായ പോരാട്ടത്തിൻ്റെ രൂപമായി മാറാം എന്ന നിലയിൽ ആലോചിച്ച് പോകുന്ന ആ ചർച്ചകൾക്കാണ് ഇന്നു മുതൽ ഇവിടെ ഈ മധുര പാർട്ടി കോൺഗ്രസിൽ രാവിലെ മുതൽ പൊതുചർച്ചയിൽ ഇടം പിടിക്കുക. അതിനുശേഷമാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിന് പിന്നീട് വീണ്ടും മറുപടി പറയുന്ന നിലയുണ്ടാകും. മനു. ഓക്കെ, താങ്ക് യു. ഞാനിങ്ങനെ വിശദമായി കേൾക്കുകയായിരുന്നു സംഘടനാപരമായ നടപടിക്രമങ്ങൾ, അവിടെ നടക്കുന്ന ചർച്ചകൾ, പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രസക്തി. അതിലേറ്റവും കൂടുതൽ ശരത്തേട്ട രസകരമായൊരു കമൻറ്റ് ഞാൻ കണ്ടു. അതായത് ഇന്ന് സ്റ്റാലിൻ വരുന്ന ആ ഒരു സെമിനാറിനെ കുറിച്ചാണ് റെഡ് രാജ് നമ്മളോട് പറയുന്നതാണ്. കഴിഞ്ഞ കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, എന്നുടെ പേരും സ്റ്റാലിൻ ദാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അന്ന് ആ വാചകങ്ങൾ കിട്ടിയ ഒരു കയ്യടി, അതിൻ്റെ ഒരു അർത്ഥത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരിങ്ങനെ ഓർമ്മയിൽ നിന്ന് എഴുതുന്നുണ്ട്. അതെ 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 മനു പറഞ്ഞാൽ ശരിയാണത്. ഓർമ്മയുണ്ട് കണ്ണൂരിൽ വന്ന് സ്റ്റാലിൻ സംസാരിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ആവേശകരമായി തോന്നിയൊരു കാഴ്ച കൂടി വളരെ എളുപ്പത്തിൽ പറഞ്ഞു വെക്കാം മനു. ആ റിപ്പോർട്ടിലേക്കൊക്കെ പോവുകയാണ്. തമിഴിൻ്റെ സാംസ്കാരിക ലോകം, എഴുത്തുകാർ, ചലച്ചിത്ര പ്രവർത്തകർ, പ്രകാശ് രാജ് വരുന്നുണ്ട്, ഇന്നലെ ശശികുമാർ വന്നു, സമുദ്രക്കനിയുണ്ട്, അതുപോലെ തന്നെ വെട്രിമാരൻ വരുന്നുണ്ട്, എഴുത്തുകാർ. നമുക്ക് വേഗത്തിൽ പരിചിതമായ പേരുകൾ ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് തമിഴ് സാഹിത്യത്തെയും സാംസ്കാരിക ലോകത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകളൊക്കെ, അതെ, വിജയ് സേതുപതി, ഓഫ് കോഴ്സ് വിജയ് സേതുപതി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് ഇന്നലെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ പങ്കെടുക്കുന്നത്. സുബ്രഹ്മണ്യപുരത്തിലൂടെ മലയാളിക്ക് സുപരിചിതനായ, തുടർന്ന് ഇങ്ങോട്ട് എത്രയോ സിനിമകൾ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ശശികുമാറിന്റെ സാന്നിധ്യമൊക്കെ ഇന്നലെ വളരെ ആവേശകരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാൻ പോകുന്ന റിപ്പോർട്ടിൽ മനോതുണ്ട്, അതുകൊണ്ട് കൂടുതലായി അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ദ്രാവിഡ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ തൊഴിലാളി വർഗ രാഷ്ട്രീയവും ഒരുപോലെ കരുത്താർജിച്ച മധുരയുടെ മണ്ണാണ്. എൻ ശങ്കരയ്യയും ഒക്കെ നമുക്ക് മറക്കാനാവാത്ത വിധം അനിഷേധ്യമായ പോരാളികളുടെ, കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ നാടുകൂടിയാണ് മധുര. അവിടെ ആ വിധത്തിലുള്ള ഒത്തുചേരലുകൾ കൂടി നടക്കുന്നുണ്ട്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം.